ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാണിക്കുഞ്ഞിനോട് എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് പറയാൻ ചെയ്യും. വലിയ വലിയ ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റിയ സ്ഥലം ഇതല്ലെന്ന് പറഞ്ഞേക്കാം മച്ചി. ഇതൊക്കെ ചേരി പ്രദേശമല്ലേ? ഗാഥയുടെ വേഷത്തില് കൃഷ്ണ സംസാരിക്കുന്ന രീതി നവീന് ഭയങ്കര ഇഷ്ടോ. കൃഷ്ണയുടെ പെരുമാറ്റവും ഇഷ്ടോ. നവീന്റെ മനസ്സിലൊരു പ്രയാസം വന്നപ്പോ നവീൻ വിളിച്ചത് കണ്ടില്ലേ? അത് അത്രയ്ക്ക് ഇഷ്ടക്കൂടുതലും ഉണ്ടല്ലേ. ഗാഥയ്ക്ക് പകരം കൃഷ്ണയെ ഇഷ്ടപ്പെട്ട് അവസാനം കൃഷ്ണയെ പിരിയാൻ നവീന് പറ്റാത്ത അവസ്ഥയാവുന്ന എനിക്ക് തോന്നുന്നു. അത് വലിയ പ്രശ്നമാണ്. എല്ലാം വരുന്ന പോലെ വരട്ടെ അല്ലേ? ഹലോ സുനന്ദേ. എന്റെ ഗോപാലേട്ടാ, ഇപ്പൊ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്തു പറ്റി? സിത്താരമ്മയുടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? കുഴപ്പമുള്ള കാര്യം അല്ലെന്നേ. ആ സിനിമാഡും ഇല്ലേ, അവരിപ്പൊ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? എന്താടി? നമ്മൾ തമ്മിൽ പറഞ്ഞ കാര്യം തന്നെ. ഗാഥയായിട്ട് വേഷം കെട്ടിയ കൃഷ്ണയെ ഇപ്പൊ നവീന് വലിയ ഇഷ്ടമാണ്. അവസാനം അവര് തമ്മിൽ പിരിയാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോ അവരുടെ കല്യാണം ആയിരിക്കും നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. സുനന്ദേ, കേട്ടപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. അതാ ഇപ്പൊ തന്നെ ഗോപാലേട്ടനെ വിളിച്ചു പറയാന്ന് വെച്ച്. ഞാൻ പറഞ്ഞില്ലേ സുനന്ദേ, ഇതൊക്കെ അവസാനം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കൂ. കൃഷ്ണയെ കുറിച്ച് എന്ത് അഭിപ്രായമാണെന്ന് അറിയോ സിനിമാഡത്തിന്? അതേ അഭിപ്രായം സിത്താര മാഡത്തിന് കൂടി വന്നു കിട്ടിയിരുന്നെങ്കിൽ. അവളെ ദൈവത്തിന്റെ അനുഗ്രഹമുള്ള കൊച്ചാ. നമ്മുടെ കൺമുന്നില്ലേ അവൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. എന്നാ ഗോപാലേട്ട ഫോൺ വെച്ചോ. ഓ, എന്റെ മുടിച്ചനങ്ങോട്ട് ഭഗവതി. ഇവിടെയാണോ? ഞാനിതുവരെയും വന്നിട്ടില്ല. ഓഫീസിൽ നിന്ന് സ്റ്റാഫ് അയച്ചെന്ന ലൊക്കേഷനാണ്. തന്നെന്തേലും വാ. ഇവിടെ ഒന്നും ആയിരിക്കില്ല മാണിക്കുഞ്ഞ് താമസിക്കുന്നത്. ലൊക്കേഷൻ എന്താ തെറ്റാണെന്ന് തോന്നുന്നു. ഒരാള് വരുന്നുണ്ട്, നമുക്ക് അയാളോട് ചോദിക്കാം. ചേട്ടാ, ഈ മാണിക്കുഞ്ഞിന്റെ വീട് ഏതാ? തൊട്ടപ്പുറത്ത് തന്നെയാ. നിങ്ങളാരാ? മാണിക്കുഞ്ഞിന് വേണ്ടപ്പെട്ടവരാ. എന്തൊക്കെയാ പറയുന്നേ? മാണിക്കുഞ്ഞ് ഇവിടെ. അയാൾക്ക് ആള് മാറിയതാവും കഥ. നമുക്ക് തിരിച്ചു പോവാം. അയാൾക്ക് ആള് മാറിയിട്ടൊന്നുമില്ല. അയാൾ കൃത്യമായിട്ട് പറഞ്ഞതല്ലേ. ഇത്രയും നാള് സഹോദരനെ പോലെ കൂടെ നടന്നിരുന്ന ആള് എവിടെയാ താമസിക്കുന്നതെന്ന് പോലും അറിയില്ല അല്ലേ. കഷ്ടം. അതിപ്പോ ഓഫീസിലെ എല്ലാ സ്റ്റാഫിന്റെ വീട് അന്വേഷിച്ച് നടക്കാൻ എനിക്ക് പറ്റുമോ? അങ്ങനെയായിരുന്നോ നവീന് മാണിക്കുഞ്ഞ്? വേറൊരു സ്റ്റാഫ് മാത്രമായിരുന്നെങ്കില് മാണിക്കുഞ്ഞ് പോയതിന് ഇത്രയധികം വിഷമിക്കുന്നത് എന്തിനാ? പുതിയൊരാളെ സീറ്റിലിരുത്തിയ പോരെ. സോറി കഥ, എന്റെ മിസ്റ്റേക്കാ. വാ, എന്തായാലും നമുക്ക് പോയി നോക്കാം.
മാണിക്കുഞ്ഞിന്റെ വീട്? അല്ലടോ, നമുക്ക് തെറ്റിദ്ധരിക്കും. താൻ വാ. അമ്മേ, ഇവിടെ ഈ മാണിക്കുഞ്ഞിന്റെ വീട് ഇത് തന്നെയാ. ആരാ? ഞാൻ നവീന. അയ്യോ, നവീൻ സാറോ? ക്ഷമിക്കണം കേട്ടോ, ഞാനിതുവരെ കണ്ടിട്ടില്ല. മാണിക്കുഞ്ഞ് എപ്പോഴും സാറിന്റെ കാര്യം പറയും. കേറി വാ സാറേ, വാ കേറ് മോളെ. അവൻ എപ്പോഴും സാറിന്റെ കാര്യമുള്ളൂ. സാറിന്റെ ഓഫീസിലെ കാര്യം, സാറിന്റെ വീട്ടിലെ കാര്യം അതിങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കും. മാണിക്കുഞ്ഞ് ഇവിടെയില്ലേ? അവൻ തൊട്ടപ്പുറത്തെ കടവരെ പോയിരിക്കുക. ഇപ്പൊ വരും. മോള് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാ, ഗാഥ. സിത്താര മാഡത്തിന്റെ മോളോ? പറഞ്ഞിട്ടുണ്ട്, മോളെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും മക്കളെ. സാരമില്ല. ആ ദാ വന്നല്ലോ. മാണിക്കുഞ്ഞി, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കി. നിന്റെ നവീൻ സാറ്. എന്തിനാ വന്നൊന്ന് ചോദിക്കാൻ പറ്റി? മാണിക്കുഞ്ഞിനോട് എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് പറയാൻ വെച്ചേ. ഓ, വലിയ വലിയ ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റിയ സ്ഥലം ഇതല്ലെന്ന് പറഞ്ഞേക്കാൻ പറ്റി. ഇതൊക്കെ ചേരി പ്രദേശമല്ലേ? എന്തായാലും സംസാരിച്ചേ പറ്റുമെന്ന് പറയാം. എനിക്കൊന്നും സംസാരിക്കാനില്ല. അമ്മച്ചി അതങ്ങ് പറഞ്ഞേക്ക്. അമ്മച്ചിങ് വന്നേ, നമുക്ക് അകത്തേക്ക് പോവാം. മോളിരിക്കും മോളെ, വാ.